യൂട്യൂബർ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല കഴപ്പുണ്ടോ മാറണം, അപ്പ ശരിയാവും. അതൊരു ഒരു ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ് തേർഡ് റേറ്റ് ആളുകളുടെ Because he is a third rated. I said no. Very third class. That called third class. വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാർ കാണുമില്ലേ, അവൻ്റെ അമ്മ അച്ഛൻ കാണുമില്ലേ, അവൻ്റെ ഭാര്യ കുട്ടികൾ ആരോ കാണുമില്ലേ, കാണും. കാരണം അങ്ങനെ പോലെ തേർഡ് ക്ലാസ് ആൾക്കാരുടെ കാരണം മൊത്തം ഈ എത്ര എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര ഒരു 3 കോടി 4 കോടി ഒരു 100 കോടി ജനങ്ങളുണ്ടല്ലേ, അവിടെ ഈ ഓരോ 2 ആള് പറഞ്ഞില്ല എന്താ കുഴപ്പം? എന്താണ് പറയുന്നതെന്നൊന്നും പൂർണ്ണമായി നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ പോലും ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ആദ്യം ഈ ഒരു പ്രശ്നം ജാസിയും ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയും തമ്മിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഹെലനോസ് പാട്ടയും LGTVയും തമ്മിലായി എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് സംഗതി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഹെലനോസ് പാട്ടയ്ക്ക് ഈ ഒരു വിഷയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും അധികം സ്വീകാര്യതയാണ് നമ്മുടെ LGTVക്ക് നമ്മുടെ പൊതുസമൂഹത്തിലുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ LGTVയുടെ കൂടെ പ്രമുഖരായ വ്യക്തികൾ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ലാലേട്ടനടക്കം LGTVക്കാരെ അംഗീകരിക്കുകയും വീട്ടിൽ കയറ്റുകയും ചെയ്യുമെന്നുള്ള പ്രസ്താവന പറഞ്ഞൊരു വ്യക്തിയാണ്. ജാസി എന്ന് പറയുന്ന ഈ ഒരു കള്ള ഹിമാറു ആദ്യമൊക്കെ കമ്മ്യൂണിറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തള്ളിപ്പറഞ്ഞതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഓനൊരാവശ്യം വന്നപ്പോൾ ഒരാശ്രയമായി വന്നത് കമ്മ്യൂണിറ്റി ആണെന്നുള്ളതാണ്. കമ്മ്യൂണിറ്റിയിലെ പ്രമുഖ വ്യക്തികൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹെലനോസ് പാട്ടയുടെ തലക്കിട്ട് കൊട്ടിയിരിക്കുന്നു. അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരുമല്ല, കമ്മ്യൂണിറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേശീയ വക്താവും കൂടിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ജാൻമണി, കൊച്ചുപ്രേമെന്ന് ചില ആളുകൾ കളിയാക്കി വിളിക്കുന്ന ജാൻമണി പൊട്ടിത്തെറിച്ചാണ് നമ്മൾ കണ്ടത്. കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇപ്പൊ കണ്ണുള്ളിൽ ഇരിക്കുന്ന കണ്ണൻ ചേട്ടൻ കുറച്ച് വേർഡ് മാറ്റി നിങ്ങളെ ചിന്തിക്കൂ. ആ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് എന്താ അറിയത്തെ, സ്വന്തം വീട്ടിലെ ദോശ വാങ്ങിക്കുന്നത് എങ്ങനെ അത് നോക്കാം, പിന്നെ നമ്മളെ നോക്കാം. പൊക്കി കാണിച്ചു എന്നുള്ളൊരു വിഷയം തന്നെ ഭയങ്കര തെറ്റിദ്ധാരണയിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ഞാൻ താഴത്തത് കാണിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. കാരണം അങ്ങനെയാണ്. അല്ല ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിളിച്ചിട്ട് കാണുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങളും നോക്കൂ. സ്വന്തം തുണി ഊടിയിട്ട് ഈ കണ്ണടിയിലെ കാണുന്ന പോരെ, എല്ലാ സാധനം സൈസ് മാത്രം ഡിഫറൻസ് ഉള്ളൂ, അതാ പോയിട്ട് കാണുന്ന പോരെ. ആ ഒരു വിഷയത്തിൽ അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ വീഡിയോ കോൾ വിളിച്ച്, ഓള് പെൺകുട്ടിയാണ്, പെൺകുട്ടിയായി മാറി എന്ന് പറയുന്ന ജാസി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓന്റെ മാരടമാണ് കാണിച്ചതെങ്കിൽ തീർച്ചയായും ഹെലനോസ് പാട്ട അത്രയും അധികം വൈകാരികമായ ആ വിഷയം എടുക്കത്തില്ല. ഒരു പെൺകുട്ടി മറ്റൊരു സ്ത്രീയുടെ മാറിടം കണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി വല്ലതും പറയും? സ്ത്രീകൾ ഒരുമിച്ച് വസ്ത്രം മാറുന്നവരെ നമ്മൾ കാണാറുണ്ട്. അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എനിക്കിപ്പോഴും സംശയം, അതായത് ഈ ജാസി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓന്റെ താഴ്ഭാഗം കാണിച്ചിട്ടുണ്ടാവും. പാട്ട എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി കാണാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ മുൻപ് കണ്ട് പരിചയമില്ലാത്ത എന്തോ ഒന്ന് കണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. അതായത് ജാസിയെ നമുക്കറിയാം, ഓൻ പകുതിയാണ് പെണ്ണായി മാറിയിരിക്കുന്നത്. ഓന്റെ മേൽഭാഗം പെണ്ണാണ്, താഴോട്ട് ഓന്റെ ഭാഗം ആണാണ്. അപ്പോൾ ഓനിത് കാണിക്കുമ്പോൾ തീർച്ചയായും ആരും ഞെട്ടിപ്പോവും. ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെ ആവും. താഴെ ഇങ്ങനെ തെങ്ങും പൂക്കല പോലെ മേളിൽ ഇങ്ങനെ അമ്മഞ്ഞയും കാണുമ്പോൾ ഏതൊരു വ്യക്തിയും, ഈവൻ ആണുങ്ങളായാൽ പോലും ഞെട്ടിപ്പോവും. അപ്പൊ പിന്നെ ഈ പാട്ട എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥ, ഓളുടെ അവസ്ഥ, ഓളിപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറാനുള്ള സാധ്യത ഇപ്പോഴും ഞാൻ കാണുന്നില്ല. എനിവേ, ഓൾ വിളിച്ചത് കഴപ്പെടുത്തിട്ടാണ്. ഇത് കാണാൻ വേണ്ടി കഴപ്പെടുത്തിട്ട് കഴപ്പ് മൂത്താണ് ഓള് വീഡിയോ കോൾ വിളിച്ചതെന്നാണ് ജാൻമണി എന്ന് പറയുന്ന നമ്മുടെ പ്രമുഖ താരം ഇവിടെ പറയുന്നത്. അതിന് പരിഹാരം ഓളുടെ കഴപ്പ് മാറ്റിക്കൊടുക്കുക. ഒന്നുകിൽ ഓളുടെ ഭർത്താവ് മാറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് ഓളുടെ കഴപ്പ് മാറ്റണമെന്നാണ് ജാൻമണി പറയുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പാട്ട എന്ന് പറയുന്ന കുട്ടി തന്നെ തിരിച്ചൊരു റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ആ റിപ്ലൈ എന്ന് പറയുന്നത്, ഇനി കിടന്നുരുണ്ടോളൂ, എന്നോട് ഇങ്ങനെയും ഒന്നും പറഞ്ഞിട്ടില്ല, കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ ചെള്ളയടിച്ച് പൊളിക്കുകയാണ് ഇവന്റെയൊക്കെ വേണ്ടത്. ഡാഷ് മൈ കൂട്ടിയൊരു ചീത്ത. അടുത്ത വാചകമാണ് ഏറെ മ്ലേച്ഛകരമായി പോയത്. ഡാഷ് കള്ളം പറയാനും ഡാഷിനും വേണ്ടി മാത്രമാണ് ഈ കുണ്ടൻ വാ തുറക്കുന്നത്. അതായത് ഇത് LGTVയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാവാം ജാൻമണിയെ പോലുള്ള പ്രമുഖ താരങ്ങൾ, വൈസ് പ്രസിഡന്റ് അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ പ്രവർത്തന മേഖല ഇത് തന്നെയാണെന്ന് വലിയൊരു ആരോപണം തുടക്കം മുതൽ തന്നെയുണ്ട്. അതായത് ഇത്തരം കലാപരിപാടികളാണ് LGTVയുടെ പ്രധാന ആപ്തവാക്യം എന്ന് തന്നെ വലിയ രീതിയിലുള്ള ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടയുടെ ഈ ഒരു തുറന്നു
പറച്ചിൽ, ഈ ഒരു അധിക്ഷേപം തീർച്ചയായും LGTVയുടെ ഓരോ മെമ്പറിനെയും അത് സാരമായ രീതിയിൽ അവരെ അങ്ങേയറ്റം അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒന്ന് മറ്റേതിനെ ഒന്നോണം അങ്ങനത്തെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്, ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഭയങ്കര കാണുമ്പോ ഭയങ്കര നമുക്ക് തണലത്തേക്ക് നിന്ന് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര മോശപ്പെട്ട ജാസിനെ സംബന്ധിച്ചിടത്തോളം ജാസി ഇപ്പൊ ഈ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ജാസിക്ക് ആദ്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ജാസി അങ്ങനെ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. ആക്ച്വലി ജാസി വളരെ മാന്യമായിട്ട് ഇപ്പൊ വീഡിയോസ് ചെയ്തിട്ടാണേലും അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടൽ ബോൾഗാട്ടി പലസ് വർക്ക് ചെയ്തതാണ്. ഞങ്ങൾ അതിന് മുന്നേ തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളാണ്. ആ സമയം തൊട്ട് ജാസി എന്ന് പറഞ്ഞ ആളെ എനിക്കറിയാം. അപ്പൊ ജാസിയുടെ ഭാഗത്തുനിന്ന് കുറെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പേഴ്സണലി തിരുത്തി കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. അതേപോലെ തന്നെ ജാസി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആളുകളോടാണെങ്കിൽ പബ്ലിക്കിലാണെങ്കിൽ സോറി പറയാൻ അത് വില്ലിംഗ് ആയിട്ടുള്ള ഒരാളാണ് ജാസി. ആ വ്യക്തിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ജാസി ഒരിക്കലും ഒരു മോശമായ ഒരു ജോലി ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ കമ്മ്യൂണിറ്റികളും അങ്ങനത്തെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ല. LGTVയുടെ ഖജാൻജിയോ വൈസ് പ്രസിഡന്റോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. മറ്റൊരു പെൺകുട്ടി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടില്ല. LGTV നിയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ. അതായത് ഇത്തരം കലാപരിപാടികൾ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ജാസി എന്നാണ് പറയുന്നത്. ജാസി വളരെ യാഥാസ്ഥികമായ ഒരു കുടുംബം പുലർത്തിക്കൊണ്ട്, കുടുംബം നോക്കിക്കൊണ്ട് ഭർത്താവിനൊപ്പം ജീവിച്ചു പോകുന്ന ഒരു പഹയനാണ്. ഇത്തരം കലാപരിപാടികൾ ഒന്നും നടത്താറില്ല. ഓനെ അധിക്ഷേപിച്ചത് ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാസ്, ഗെയിം ചേഞ്ചർ റിയാസ് അടക്കമുള്ള ആളുകൾ എന്തേ ഇതുവരെ പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. അതായത് LGTVയുടെ ഓരോ മെമ്പറിനെ ഈ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ ഒരാളും പെരുമാറിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് വെക്കുക. പൊതുസമൂഹത്തിൽ ബിഗ് ബോസിലൊക്കെ നമ്മൾ കാണുന്നതാണ് LGTVക്കാരെ എതിർത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെ അവഹേളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ശകാരം നമുക്കറിയാം. സോ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും പ്രമുഖ വ്യക്തികൾ പ്രതികരിച്ചിരിക്കും. ഗെയിം ചേഞ്ചർ റിയാസ് സലീമിന്റെ പൊട്ടിത്തെറി ഉടൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറെ ദുഃഖകരമായൊരവസ്ഥ. പാട്ടെ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി എന്ത് ധൈര്യത്തിലാണ് ഈ രീതിയിൽ LGTVക്കാരെ ഒന്നടങ്കം ഈ രീതിയിൽ അധിക്ഷേപിച്ചെന്ന് വ്യക്തമല്ല. ഏറെ ദുഃഖകരമായൊരവസ്ഥയാണ്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ്, ആരോടൊപ്പമാണ് ജാസി എന്ന് പറയുന്ന ഈ ഒരു പഹേനെ ഈ രീതിയിൽ അവഹേളിച്ചത് ശരിയാണോ, അതോ ഹെൽനോസ് പാട്ടയോടൊപ്പമാണോ ഈ വിഷയത്തിൽ നിങ്ങൾ യോജിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.